ആണെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ടാകാം. ഇവിടെ നിന്നില്ല, ഇവിടെ നിന്ന് അടുത്ത് നിന്ന് മാറ്റിയാണ് ബോണ്ടസ് നല്ല സുഖസുന്ദരമായിട്ട് കിട്ടും. ഇപ്പോൾ ഒരു കഴുത്തും കണ്ടിച്ചു. അത് കുറച്ചുകൂടെ വലുതാക്കായിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടി കനത്തിലാണ് വലുപ്പത്തിലാണ് അരിഞ്ഞേക്കുന്നത്. അത് നമ്മുടെ ജോയലാണ് ഇതിന്റെ മെയിൻ ആള്. ജോയലും ശിവചേട്ടനും കൂടെ കൂടി ഇന്ന് നമ്മൾ വളരെ നാച്ചുറലായിട്ട് കേട്ടോ, നമ്മുടെ അങ്ങ് അടിവാരത്തിൽ നിന്ന് മല നിരകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കഴുകുന്ന ഭാഗമാണ്. ജോയലാണെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ഇന്നലെ 1 മണിക്കൂർ മുമ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയേക്കാണ്. ആളിപ്പോൾ എത്തും. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാം. വൃത്തിയാക്കി വെക്കുന്നു അല്ലേ? ഇന്നലെയല്ലോ കേട്ടോ, ഇന്ന് നമ്മുടെ മസാല എല്ലാം കൂടെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 1 മണിക്കൂർ മുമ്പ് കേട്ടോ. അതൊക്കെ ആയിട്ട് ആശ വന്നിട്ടുണ്ട്. അപ്പം മയോണൈസ് റെഡിയാണ് കേട്ടോ. ഇതാണ് മയോണൈസ്. ഹോംമെയ്ഡ് മയോണൈസ് ആണ്. അതെ, ഹോം മെയ്ഡ്. ഈ മാസ്റ്റർ ഷെഫ് നമ്മുടെ സ്വന്തം ജോയൽ പറയപ്പെടും. ഒരിടത്ത് കഴുകൽ പുരോഗമിക്കുന്നു, അവസാനമുണ്ട്. മറ്റടുത്ത് വരയിൽ വരഞ്ഞാലാണ് അതിന്റെ ശരിക്കും എല്ലാം ഇറങ്ങി ചെല്ലുക അതിന്റെ അകത്തേക്ക്. അപ്പം ഇത് നമ്മുടെ ആദ്യത്തെയാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. അത് ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ അടുത്തുണ്ടായിരുന്നിട്ട് ഇപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. അത് ജോയലിന്റെ ഈ പറമ്പ് നമുക്കിവിടെ എല്ലാം തെളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ ഇങ്ങ് വന്നു, 3-4 കട്ടയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ ഇന്ന് ഗ്രില്ലടിക്കുന്നു. അപ്പം അതിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി ടേസ്റ്റ് നോക്കി തരാം. പിള്ളേരുടെ വീഡിയോ ഇല്ലേ, നമ്മൾ വരും നോക്ക്. മറ്റേ ശങ്കരം വ്ളോഗ് അത് ഭയങ്കര ഹിറ്റായിരിക്കും അല്ലേ? ഹിറ്റാണോ? ചെക്കനാണോ അത്? പിന്നെ ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാം. ചേട്ടായി അതൊക്കെ നമ്മുടെ സഞ്ജു ടെക്കിന്റെ ഇൻസ്പയർഡാ ആയിരിക്കും ഉറപ്പായിട്ടും. ഞാൻ പറയാം, സഞ്ജു ടെക്കി, കാർത്തിക് സൂര്യ അല്ല, നമ്മള് ഫാനാണല്ലോ. ഞാൻ ഫാനാണ്, കാർത്തിക് സൂര്യയുടെ ഫാനാണ്. അത് ഐഫോൺ മേടിക്കാൻ വേണ്ടി മൊത്തം ചില്ലറ പൈസ ഉണ്ട് ഐഫോൺ വാങ്ങി. കാർത്തിക് സൂര്യ കണ്ടില്ല, 1 രൂപയുടെ 1 ലക്ഷം രൂപയോ അതും കേരളത്തിലെ ആദ്യത്തെ ആ ഫോൺ ഇറങ്ങിയിട്ട് ആദ്യത്തെ ഫോൺ കണ്ടു. ഞാനത് കാണുന്ന വണ്ടിയുടെ ഭക്ഷണം മലയാളം എന്ന് പറഞ്ഞിട്ട് ആദ്യം കാണുമായിരുന്നു. പിന്നെ ദിലീപ് വിജിയുടെ കാണും. ഒരു ടീമുണ്ട് മറ്റേ ഞാൻ പറയാം, ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതായി ഈ ഈബിൾ ജെറ്റ് എന്ന് പറഞ്ഞിട്ട് ടീം. വൺ ലൈഫാണ്, ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ മാരുതി ഓമിനി എടുത്തിട്ട് മോഡിഫൈ ചെയ്തിട്ടല്ലേ. മോഡിഫൈ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല, ബോഡി സ്ട്രക്ചർ എല്ലാം അതേപോലെ. അതിന്റെ പുറകിലത്തെ സീറ്റ് അങ്ങ് മാറ്റി. ചേട്ടേ കുറച്ചങ്ങോട്ട് മേളിലേക്ക് ആയാൽ തന്നെ അതങ്ങ് പൊക്കോളൂല്ലേ. ഇരുമ്പിന്റെ ഫ്രെയിം ആക്കിയിട്ട് കട്ടില് പുളിയും കാര്യങ്ങളെല്ലാം പുഴയുന്നു. ഈയിടെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, അതിനും സ്മോക്കി ഇത് ചെയ്തേക്കുന്നത്. വേറൊരു ട്രാവലർ ഇപ്പൊ പോവാൻ വേണ്ടി ട്രാവലിംഗ് സൈഡ് ആയിരിക്കും, ക്യാരവൻ പോലെ. ക്യാരവൻ അല്ല, അത് മറ്റേ ഇതാ ഇന്നോവ പോലത്തെ സാധനം. ഇന്നോവയാണ് മറ്റേ വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ മസാല കൊണ്ടുവരുന്ന ഒരു പച്ചയും മഞ്ഞയും നിറമുള്ള അങ്ങനത്തെ ഒരു വണ്ടി എടുത്ത് നമുക്ക് പോയേക്കാം. അത് അതിന്റെ അകത്ത് ഇതാക്കിയിട്ട് അങ്ങനത്തെ പോകുന്നുണ്ട്. മാറ്റഡോർ ലൈസൻസ് ഉണ്ട്, അങ്ങനെ മാറ്റഡോർ പോകാനുണ്ട്. ഇപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. അതിന് തന്നെ മാറ്റഡോറോ പോയാലോ? നമുക്ക് ഞാനൊരു ഒരു ഹിമാലയം പോവാം. നിനക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ജോലി ചെയ്യുന്നത് എനിക്ക് സിറ്റിക്കൊക്കെ പ്രശ്നം.
അത് ഒരു മാസം 2 മാസമെങ്കിലും 3 മാസമെങ്കിലും വേണം. എൻ്റെ ഒരു കൂട്ടുകാരൻ ബുള്ളറ്റിന് പോയിട്ട് വന്നല്ലോ അവിടെ ഹിമാലയത്തിൽ. കാശ്മീർ പോയിട്ട് 36 ദിവസം കൊണ്ട് 2 മാസം അടുത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി. ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ കൂടെ ലാസ്റ്റ് തൈരും. അപ്പോൾ ഈ തൈര് എന്തിനാ ചേർക്കുന്നത്? തൈര് പുളി കിട്ടാൻ. പിന്നെ പുളി കുറവാണെങ്കിൽ നമുക്ക് നാരങ്ങ കൂടി പിഴിഞ്ഞു. നാരങ്ങ ഇത് പിഴിയണം. നാരങ്ങ പിഴിയണം. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മസാല പിടിപ്പിക്കുക അല്ലേ? ഇതിലിട്ടിട്ട് ഇളക്കുവാണ്. അപ്പോൾ ആ വരഞ്ഞ ഭാഗങ്ങളിലെല്ലാം മസാല നമ്മൾ ഈ മസാല പിടിക്കാൻ വേണ്ടി എത്ര സമയം വെക്കണം? നമുക്കൊരു അരമണിക്കൂർ വെച്ചേക്കാം. അരമണിക്കൂർ അല്ലേ? അരമണിക്കൂർ നമ്മൾ റിലാക്സ് ചെയ്യും. ആ നാരങ്ങ എടുത്തു. ഒരു നാരങ്ങ എടുത്ത് നമുക്ക് പിടിച്ചു വെച്ചേക്കാം. ഇത് വേണ്ടല്ലേ? അത് മതിയോ? മറ്റേ സാധനമാക്കാം. അത് ഈ പണിയില്ല. അതെ. പിന്നെ അടുത്ത ആഴ്ച ട്രൈ ചെയ്യുന്നത്? അടുത്ത ആഴ്ച നമ്മൾ കാട ഫ്രൈ. കാട ഇതുപോലെ ഗ്രില്ല് ചെയ്യുന്നു. നീ പോയി കാട വാങ്ങിക്കൊണ്ട് വരും. കാട, താറാവ്. അല്ലെങ്കിൽ നമുക്ക് നവീകരണത്തിന് അതെന്നാ ഡേറ്റ് എന്നാ? 2-3 ദിവസം കഴിയും, 4 ദിവസം കഴിയും. നവീകരണം നമുക്ക് ആവില്ലേ? ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അടുത്ത് സെറ്റ് ചെയ്യാം. കിലോയ്ക്ക് 100 രൂപ നിരക്കിൽ നമ്മൾ കരി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കരിയൊക്കെ ഇട്ട് വന്നിട്ട് നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. കരിയെ പെട്ടെന്ന് തീ പിടിക്കുമോ? തീയൊക്കെ പിടിപ്പിച്ച് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം നമ്മളിപ്പോൾ ഏകദേശം 6 മണി ആയിട്ടുണ്ട്. പ്രകാശത്തിന് ലഭ്യത നമുക്കിപ്പോൾ അറിയില്ല. അടുത്ത പരിപാടി എന്താ ഏട്ടാ? നമ്മൾ ഇത് വെക്കുന്നു. ഇതിലെണ്ണ തേച്ച് വെച്ചില്ലായിരുന്നു. ഇതിൽ എണ്ണ ഒന്നുമില്ല. അപ്പോൾ വേണ്ടല്ലേ? അപ്പം ഒന്നും ആവശ്യമില്ല. ഇതിലെ കൊഴുപ്പെല്ലാം ഉരുകി പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവർ മെയിനായിട്ടും ഈ ബാർബിക്യൂ അടിച്ചാണ് കഴിക്കുന്നത്. കാരണം ഇതിലെ ഫാറ്റ് എല്ലാം ഉരുകി പോകും. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മളിപ്പോൾ ഏകദേശം 6 വെക്കുന്നുണ്ടല്ലേ? 2 സെറ്റ് അടിക്കുമ്പോൾ തീരുമോ? 3 സെറ്റ് അടിക്കുന്നല്ലേ? അപ്പം നമ്മുടെ അങ്ങനെ അടപ്പ് വരെ ഉണ്ടല്ലേ? അങ്ങനെ സെറ്റപ്പാണല്ലോ. താഴെ പോകുന്നുള്ള പേടി. 2 സൈഡ് മാത്രം തന്നെ വെച്ചാൽ പറയാം. 2 സൈഡ് മതി. ഇല്ലെങ്കിൽ ആ പ്രകാശം എയർ കയറും. എങ്ങനെയാ ഹൈറ്റ് ഇത് കുറച്ച് എരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വലിയ അവസ്ഥ ഇനി വരാനില്ല. അതുകൊണ്ടായിരിക്കും നരകത്തിൽ കോഴി എന്ന് പറയുന്നത്. അവനിങ്ങനെ മെല്ലെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നിന്റെ ഫ്ലാഷ് ഓൺ ആയിക്കടാ. മണമൊക്കെ വന്നു തുടങ്ങി. മറ്റേനും ആണോ അല്ലേ? അപ്പം നമ്മൾ ഏകദേശം ആയല്ലേ ഏട്ടേ? ഏകദേശമായി. അപ്പം ഇനി ഇലയൊക്കെ ഒന്ന് നമുക്ക് ബാട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇന്ന് മാറ്റി വെക്കാം. കുറേ സമയം എടുത്തല്ലേ? നമ്മുടെ ഇതെല്ലാം ആയിട്ടുണ്ടാവുമോ? നമുക്കിനി ഓരോന്നോരോന്നായിട്ട്. എങ്ങനെയുണ്ട്? പൊളി, അടിപൊളി. കുറച്ച് നാരങ്ങാ നീരും കൂടെ ഇട്ടിട്ട്
നന്നായിട്ട് മുരിഞ്ഞോ? എങ്ങനെയുണ്ടാ? ആയോ? അല്ല എന്തില്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ആയിട്ടുണ്ട്, ഗ്രിൽഡ് ചിക്കൻ. ഇനിയിപ്പോൾ അടുത്ത 2 സെറ്റ് കൂടെ ഇടാനുള്ള ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഇരുട്ടായിപ്പോയി. ഡെപ്യൂട്ടി ഷെഫ് ഉണ്ട് ഇവിടെ. ഇപ്പം രണ്ടാമത് ഇടുന്നതൊക്കെ അത്യാവശ്യം ചെറിയ സൈസാന്ന് തോന്നുന്നല്ലേ? ആദ്യത്തെ അതുകൊണ്ട് കുറേ സമയം എടുത്തു. അല്ല ചൂടോട് ഒരു സ്പൂൺ കൊണ്ട് കൊടുക്കുകയാണല്ലേ ഞാൻ മേടിച്ചോണ്ട് വരുന്നത്. അപ്പൊ ഞങ്ങളിവിടെ അലക്സ് തിന്നുന്ന ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു. അപ്പോഴാണ് അലക്സ് നാണം വന്ന് മുഖം മറയ്ക്കുകയാണ്. എന്നാ ചെയ്യണ്ടേ? നാണം വന്നു. ഇത്രയും നേരം നല്ല വെട്ടി വിടുകയായിരുന്നു. അലക്സ് തിന്നിട്ടാണ്. എന്റെ പൊന്നെ, ഇത് മൊത്തം അലക്സ് തിന്നിട്ടാണ് കേട്ടോ. അലക്സേ പമ്മിരിക്കണ്ട മുത്തേ. അതെ, ആദ്യം കണ്ടോ? കാല് കണ്ടോ? ആ കോഴിയുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാല് നീ ഒന്നും മിണ്ടണ്ട കേട്ടോ. കടിച്ചു കീറുന്നുണ്ടോ? കടിച്ചു കീറാതെ തിന്നാൻ പറ്റുമോ? ഒരു ടേസ്റ്റ് എന്നാണ് അലക്സ് പറയുന്നത്. അതെ. എങ്ങനെയുണ്ട് സി? അടിപൊളി. അടിപൊളിയല്ലേ? നിങ്ങൾ ഈ ദുബായിലൊക്കെ ഉണ്ടാക്കാറില്ലായിരുന്നു മറ്റേ ഈ ഗ്രില്ല് പോലെ? ഞാൻ ദുബായില് സർവീസ് ആയിരുന്നടാ. ഞാൻ പിന്നെ കിച്ചണിൽ ഇതൊക്കെ നമ്മള് റൂമിലാക്കുന്നുള്ള പരിചയം. അങ്ങനെ ആക്കുന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ. അതെ, നമ്മുടെ ആദ്യത്തെ പരീക്ഷണം. ഇനി ഇത് സക്സസ് ആയതുകൊണ്ട് നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടരുന്നതായിരിക്കും ലീവിനനുസരിച്ച്. അതെ, അതപ്പോ തിരിച്ചു വരുന്നവര് അതെ ഞങ്ങൾ വ്ലോഗിലൂടെ കാണിക്കും. അതെ, അതല്ലാത്തപ്പോ ഞാനും സിപ്പിയും കൂടി അല്ല സിപ്പി. അതെ, നമ്മള് താഴെ വീടിനെ മുറ്റത്തിരുന്നു. അതെ അതെ, അത് നമ്മുടെ പന്തലിൽ ഇരുന്ന് നമ്മുടെ മേശയിൽ നമ്മൾ കഴിക്കും. അലക്സ് ജോസഫ് മുഖമൊന്നും കാണിക്കുന്നില്ല. അലക്സിന് നാണമാണ്. ബിസിനസ് അല്ലേ ഒരു മാസം ഇത് വാങ്ങി വെച്ചു. ഈ സാധനം ഞാൻ വേറെ സാധനമായിരുന്നു ഉദ്ദേശിച്ചത്. നമുക്കൊരു 4 കാലം നാട്ടിൽ നിർത്താൻ പറ്റുന്ന ഇതേപോലത്തെ സാധനം തന്നെ നമുക്ക് വേറെ കിട്ടും. അത് ഓൺലൈൻ നമ്മൾ വാങ്ങാം. അതാണ് നമുക്ക് ഉണ്ടാക്കാതെ ഇങ്ങനെ കല്ല് വെച്ചിട്ട്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ കൂടെ ഇപ്പം ജോയിച്ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ. ഞാൻ ആദ്യം തൊട്ടേ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടോ സംഭവം? ഓവറായിട്ട് വേണ്ട. അതെ, ഇത് മാത്രമേ ഉള്ളൂടാ. ഇതിന്റെ കൂടെ റൊട്ടിയൊന്നുമില്ല. മയോണൈസ് ആക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ 1-2 സാധനം ഉണ്ട്, പക്ഷെ അത് നമുക്കില്ല. ഉണ്ട്, നമുക്കില്ലെന്നേ ഉള്ളൂ. നമുക്കത് ചേർക്കാം. ഒരു ട്രിപ്പ് പോയിട്ട് നമുക്കിങ്ങനെ വഴിയടിയിലേക്ക് ഇരുന്ന് ഇങ്ങനെയൊക്കെ കഴിച്ച് ഒരു ഓളിൻ്റെ ട്രിപ്പ്. അതെ ചേട്ടായി, ഇന്നലെ നമ്മൾ എടുത്ത ലോട്ടറി അതടിച്ച് നമ്മൾ പോകുന്നു കേട്ടല്ലോ. ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി എടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് എടുപ്പിക്കും ഇടയ്ക്ക്. ഇന്നലെ എനിക്ക് എടുത്തു തന്നു. അതടിച്ച് നമ്മൾ പോകുന്നു. നമ്മൾ കുളു മനാലി സ്വന്തം വണ്ടി എടുക്കുന്നു. ആദ്യം ഒരു ട്രാവലർ എടുക്കുന്നു. ഒല്ലുള്ള ഇത്ര ഫ്രഷ് വാട്ടർ എവിടെയും കിട്ടില്ല. ചിക്കൻ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. മെയിൻ ഷെഫ് എന്തെങ്കിലും പറയാനുണ്ടോ? പുള്ളിയാണ് ഇത് ഗ്രില്ലെന്നോ അൽഫാമെന്നോ എന്താ വേണമെന്ന് പറയാം. നമുക്ക് പേരറിയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഗ്രില്ലെന്ന് തന്നെ പറയാം. ഗ്രില്ലിൻ്റെ അത് വെച്ച് ഉണ്ടാക്കുന്നതാണല്ലോ. അതെ, മലബാർ ദേശത്ത് ഉണ്ടാക്കിയത് മലബാറി ഗ്രിൽ ചിക്കൻ എന്ന് പറയാൻ പറ്റുമോ? കഷ്ടപ്പെട്ട് ഓടി കത്തിച്ച് കനലാക്കി ഞങ്ങൾ രണ്ട് കോഴിയെ കഴിച്ച് ഇതിപ്പോൾ അവസാനത്തെ 4 പീസ് മാറ്റി. 4 മിനിറ്റ് ഒരു
എന്താണെങ്കിലും സംഭവം കൊള്ളായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഒരു ശ്രമമായിരുന്നു. അതെ. അപ്പോൾ അത് എങ്ങനെയാവും നമുക്കറിയത്തില്ല. ഒന്നാമത് തീ പിടിക്കാതെ വന്നപ്പോൾ നമുക്ക് ആകപ്പാടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കനലെല്ലാം നന്നായിട്ടായി. ഞങ്ങൾ 1, 2 ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പം അടിപൊളിയായി, സംഭവം സെറ്റായി. അതെ. അപ്പം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ? അതെ. അപ്പം നമുക്ക് ഇനിയും തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതേപോലുള്ള വെറൈറ്റി വീഡിയോസ് നമുക്ക് കാണാം. അടുത്ത എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.